Hello everyone, Namaskaram, welcome back to the channel. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസിൻ്റെ ഡേ 9. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോക്കനട്ട് സേവൈ. നമുക്ക് ഇങ്ങനെ എന്താ പറയുക വാങ്ങാൻ കിട്ടും റൈസ് സേവൈ അല്ലെങ്കിൽ റൈസ് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ആ വെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുത്താൽ മതി. പെട്ടെന്ന്, അതായത് 1 മിനിറ്റേ ഇടേണ്ട ആവശ്യമുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് കുക്കായി കിട്ടും. കണ്ടോ, റെഡി ഇൻ 1 മിനിറ്റ്. 200 ഗ്രാംസ് ആണിത്. നമുക്കൊരു 3 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ 200 ഗ്രാംസ് എടുത്താൽ. പിന്നെ നമ്മൾ സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം, ഒരു 2 എണ്ണം. ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ ചനാദാൾ 1 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പരിപ്പിൻ്റെയൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, ഒരു 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ സേവയില്ല അത് വേവിച്ചെടുക്കുമ്പോൾ മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റിൽ കൂടുതൽ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഉപ്മാവ് ഇങ്ങനെ കട്ട പിടിച്ച മാതിരി ഇരിക്കും. അപ്പോൾ കറക്റ്റ് 1 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒന്ന് ആ ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഉപ്മാവാകുമ്പോൾ ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന സേവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കുഴഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ കട്ട പിടിച്ച മാതിരി ഇരിക്കും. അപ്പോൾ വേവിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഉപ്മാവ് മിക്സ് ചെയ്തെടുക്കാൻ പോലെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ ഈ എന്താ പറയുക നൂൽപുട്ടൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ, ഇടിയപ്പം ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഉപ്മാവ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. നല്ല അടിപൊളിയാണ്. പഞ്ചസാര കൂട്ടിയിട്ടും പഴം കൂട്ടിയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. കണ്ടിങ്ങനെ ഉലർന്നിരിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഉലർന്ന് കിട്ടും. ഇപ്പോൾ ചൂടിൽ കുറച്ചൊന്നും ഇങ്ങനെ കട്ടയായ മാതിരി ഉണ്ടാവും, പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് ഉലർന്ന് വരും. ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ച് നോക്കാം. വെണ്ടയ്ക്ക കിച്ചടി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, അത്രയാണ്. നമ്മൾ ഫിഷ് വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് വിനീഗറും ഉപ്പും ചേർത്ത് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അതായത് നമ്മൾ സാധാരണ മസാല തേക്കില്ലേ, നന്നായി വരഞ്ഞു കഴിഞ്ഞാലാണ് അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുള്ളൂല്ലോ. നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കുരുമുളക്, കറിവേപ്പില, നാരങ്ങനീര്, ഇത്രയും ചേർത്തിട്ടുള്ള അരപ്പാണ്. ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. കുരുമുളക് അരച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണ്ട, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മീൻ നന്നായിട്ട് തേച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇന്ന് വറക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഫോയിലിൽ പൊതിഞ്ഞിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി വെണ്ടയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനുള്ള വെണ്ടയ്ക്ക നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഒരുപാട് നൈസായിട്ട് അരിഞ്ഞെടുക്കരുത്. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഫിഷ് കറിയാണ്. മീൻ പറ്റിച്ചതാണ് നമ്മൾ മിക്കവാറും ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ മസാലയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി ഡേ 1 തോന്നുന്നു ഇട്ടിട്ടുണ്ട്. അതിനേക്ക് ആവശ്യമുള്ള കുടംപുളി നമ്മൾ തിളപ്പിച്ച് വെച്ചതാണ്. അത് ചേർക്കുക. മീനിൻ്റെ കഷ്ണങ്ങളും ചേർക്കുക. നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം.
കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷെ എന്നാലും നന്നായിട്ടൊന്ന് കുറുക്കി കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ തിരുമ്പി വെച്ചതാണ്. അതിന് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഒരു ഒന്ന് ക്രിസ്പ് ആവണ വരെ വറുത്തെടുക്കണം. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടും. ഒരുപാട് അങ്ങ് മൊരിയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു ക്രിസ്പ്നെസ്സിന് ഫീൽ ചെയ്യണം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് അത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ ഇപ്പോൾ ഉടനെ നമ്മളുടെ അരപ്പിലേക്ക് ചേർക്കരുത്. നമ്മൾ സെർവ് ചെയ്യണ സമയത്ത്, അതായത് നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് മാത്രം ചേർത്താൽ മതി. അരപ്പിന് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകമല്ല കടുക്, ഇത്രയും. നന്നായിട്ട് തൈരും ചേർത്തിട്ട് 1 കപ്പ് തൈരും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് വറവിട്ടിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് മാത്രം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചോറ് വിളമ്പുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് മാത്രം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. അരപ്പിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും നമ്മൾ വറവിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കഴിക്കുന്ന സമയമാകുമ്പോൾ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക വറക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തുണ്ട്, എന്നാലും തൈരും തേങ്ങയും ആ ഒരു മിക്സിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലഞ്ചിൻ്റെ എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എന്തെങ്കിലും മെഴുക്ക് വരട്ടിയോ തോരനോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. ഇന്നത്തെ ഡിന്നർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെ ചന മസാല. പൂരിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ചന നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തലേദിവസം രാത്രി കുതിർത്ത് വയ്ക്കുക. അല്ലാതെ നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലെ ഞാൻ കുതിർത്ത് വെച്ചതാണ്. അത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ചന വേവിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു കറിയും കൂടെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സലാഡിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി. അതെല്ലാം നമുക്ക് ഹുമൂസ് പോലെ ഉണ്ടാക്കണമെങ്കിൽ ഹുമൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ചന മസാല ഉണ്ടാക്കാം. നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അതായത് ആ കറിക്ക് നല്ലൊരു കളർ വേണമല്ലോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളി ആയിരിക്കണം, അല്ല നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്തിട്ട് ഈ മിക്സിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതായത് അപ്പോൾ ആ മസാലയുടെ പച്ചമണം എല്ലാം മാറി നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലൊരു കുറുകിയ പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചനയും ആ വേവിച്ച വെള്ളവും ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പം, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ, ഇത്രയും മതി. കുറച്ച് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം അത്
നന്നായി പിഴിഞ്ഞിട്ട് ആ പുളി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കുക. ഒരുപാടങ്ങ് ലൂസ് കൺസിസ്റ്റൻസി അല്ല, ഒന്ന് കുറുകും, എന്നാലും കുറച്ചൊന്ന് തിക്ക് ഗ്രേവി ടൈപ്പിൽ നമുക്ക് ഇത് എടുക്കാം. മല്ലിയിലയും കൂടെ തൂവിയിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു 2-3 വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തിയും ചന മസാലയും അങ്ങനെ നമ്മുടെ ഡിന്നറും റെഡിയായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ റെസിപ്പീസുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. Thank you for watching.